നമസ്കാരം. HSA മലയാളം ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നാടകം. മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകം മറിയാമ്മ നാടകം. കുച്ചിപ്പൻ തരകൻ്റെ 1897 മറിയാമ്മ നാടകമാണ് മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകം. ക്രിസ്ത്യാനികൾക്കിടയിലുള്ള സാമൂഹിക പ്രശ്നങ്ങളും അമ്മായിയമ്മ പോരുമാണ് മറിയാമ്മ നാടകത്തിലെ പ്രമേയം. കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസിൻ്റെ ആൾമാറാട്ടം ഷേക്സ്പിയറുടെ കോമഡി ഓഫ് എറേഴ്സ് എന്ന കൃതിയുടെ വിവർത്തനമാണ്. ഷേക്സ്പിയറുടെ കോമഡി ഓഫ് എറേഴ്സിൻ്റെ വിവർത്തനം ആൾമാറാട്ടം, കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ്. മലയാളത്തിൽ നാടക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച രചന കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിന് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ നൽകിയ വിവർത്തനം. കേരളീയ ഭാഷാ ശാകുന്തളം 1882. 1882 കേരളീയ ഭാഷാ ശാകുന്തളം കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. അത് കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ വിവർത്തനമാണ്. മലയാളത്തിൽ നാടക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച രചന. കേരളവർമ്മയുടെ കേരളീയ ഭാഷാ ശാകുന്തളം ആദ്യമായി അരങ്ങിലെത്തിച്ചത് തിരുവട്ടാർ നാരായണപിള്ള. മനോമോഹനം നാടക കമ്പനിയാണ് 1890 തിരുവട്ടാർ നാരായണപിള്ളയാണ് കേരളീയ ഭാഷാ ശാകുന്തളം ആദ്യമായി അരങ്ങിലെത്തിച്ചത്. CP അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന നാടക സംഘമാണ് വിനോദ ചിന്താമണി. വിനോദ ചിന്താമണി CP അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന നാടക സംഘം. ബൈബിൾ കഥയെ ആസ്പദമാക്കി കണ്ടത്തിൽ വർഗീസ് മാപ്പിള രചിച്ച നാടകം എബ്രായക്കുട്ടി. എബ്രായക്കുട്ടി കണ്ടത്തിൽ വർഗീസ് മാപ്പിള ബൈബിൾ കഥയെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച നാടകമാണ് എബ്രായക്കുട്ടി. ഇംഗ്ലീഷ് നാടകരീതി ഉപയോഗിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ നാടകമാണ് എബ്രായക്കുട്ടി. ഷേക്സ്പിയറുടെ ടേമിംഗ് ഓഫ് ദ ഷ്രൂ എന്ന കൃതിയുടെ വിവർത്തനമാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ കലഹിനി ദമനകം. കലഹിനി ദമനകം കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഷേക്സ്പിയറുടെ ടേമിംഗ് ഓഫ് ദ ഷ്രൂ. ഷേക്സ്പിയറുടെ കോമഡി ഓഫ് എറേഴ്സ് ആൾമാറാട്ടം, കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ കലഹിനി ദമനകം, ഷേക്സ്പിയറുടെ ടേമിംഗ് ഓഫ് ദ ഷ്രൂ. മലയാളത്തിലെ ആദ്യ സംഗീത നാടകം സംഗീത നൈഷധം. TC അച്യുതമേനോൻ്റെ സംഗീത നൈഷധമാണ് മലയാളത്തിലെ ആദ്യ സംഗീത നാടകം. സംഗീത നാടകങ്ങളെ പരിഹസിച്ചുകൊണ്ട് മുൻഷി രാമക്കുറുപ്പ് രചിച്ച നാടകമാണ് ചക്കി ചങ്കരം. 1894 മുൻഷി രാമക്കുറുപ്പിൻ്റെ ചക്കി ചങ്കരം സംഗീത നാടകങ്ങളെ പരിഹസിച്ചുകൊണ്ട് രചിച്ച നാടകം. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നാടകം EV കൃഷ്ണപിള്ളയുടെ സീതാലക്ഷ്മി. 1926 EV കൃഷ്ണപിള്ള രചിച്ച സീതാലക്ഷ്മിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നാടകം. ശ്രീ യേശുവിൻ്റെ ചരമകഥ ആസ്പദമാക്കി കൈനക്കര പത്മനാഭപിള്ള രചിച്ച ചരിത്ര നാടകം കാൽവരിയിലെ കൽപ്പപാദപം. കാൽവരിയിലെ കൽപ്പപാദപം കൈനക്കരി പത്മനാഭപിള്ള. ശ്രീയേശുവിൻ്റെ ചരമകഥ ആസ്പദമാക്കി രചിച്ച ചരിത്ര നാടകമാണ് അനാർക്കലി. സ്വാമി ബ്രഹ്മവ്രതൻ. സ്വാമി ബ്രഹ്മവ്രതൻ്റെ ചരിത്ര നാടകമാണ് അനാർക്കലി. കുമാരനാശാൻ്റെ കരുണയ്ക്ക് നാടകാവിഷ്കാരം നൽകിയത് സ്വാമി ബ്രഹ്മവ്രതൻ. സ്വാമി ബ്രഹ്മവ്രതനാണ് കുമാരനാശാൻ്റെ കരുണയ്ക്ക് നാടകാവിഷ്കാരം നൽകിയത്. അനാർക്കലി ചരിത്ര നാടകം സ്വാമി ബ്രഹ്മവ്രതൻ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം K. ദാമോദരൻ്റെ പാട്ടബാക്കി. K. ദാമോദരൻ്റെ പാട്ടബാക്കിയാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം. 1937 പൊന്നാനി കർഷക സമ്മേളനത്തിൽ അവതരിപ്പിക്കാനായി രചിച്ച നാടകമാണ് പാട്ടബാക്കി. പാട്ടബാക്കി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം K. ദാമോദരൻ. രക്തപാനം രാഷ്ട്രീയ നാടകം K. ദാമോദരൻ. രക്തപാനം K. ദാമോദരൻ. കൂട്ടുകൃഷി രാഷ്ട്രീയ നാടകമാണ് ഇടശ്ശേരി. ഇടശ്ശേരിയുടെ രാഷ്ട്രീയ നാടകമാണ് കൂട്ടുകൃഷി. 1940 രചിച്ചത്. പ്രതിമ നാടകം K. രാമകൃഷ്ണപിള്ള. K. രാമകൃഷ്ണപിള്ള എഴുതിയ നാടകമാണ് പ്രതിമ. കരിവള്ളൂർ കർഷക സമരം പശ്ചാത്തലമാക്കി കരിവള്ളൂർ മുരളി എഴുതിയ നാടകമാണ് കുരുതിക്കളം. കുരുതിക്കളം കരിവള്ളൂർ മുരളി. കരിവള്ളൂർ കർഷക സമരം പശ്ചാത്തലമാണ് കുരുതിക്കളം. സാമൂഹിക പ്രശ്നങ്ങൾ പ്രമേയമാക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 1930 VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ് സാമൂഹിക പ്രശ്നങ്ങൾ പ്രമേയമാക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ നാടകം. മലയാളത്തിലെ ആദ്യത്തെ എക്സ്പ്രഷനിസ്റ്റ് നാടകം സമത്വവാദി. പുളിമാന പരമേശ്വരൻ പിള്ളയുടെ സമത്വവാദിയാണ് മലയാളത്തിലെ ആദ്യത്തെ എക്സ്പ്രഷനിസ്റ്റ് നാടകം.
ഇബ്സൻ്റെ നാടകസങ്കല്പങ്ങൾ ഉൾക്കൊണ്ട് എൻ കൃഷ്ണപിള്ള എഴുതിയ പ്രശ്നനാടകമാണ് കന്യക. കന്യക എൻ കൃഷ്ണപിള്ള. എൻ കൃഷ്ണപിള്ള എഴുതിയ പ്രശ്നനാടകം കന്യക. എൻ കൃഷ്ണപിള്ളയുടെ മറ്റ് നാടകമാണ് അഴിമുഖത്തേക്ക്. അഴിമുഖത്തേക്ക് കേരള സാഹിത്യ അക്കാദമി നാടകത്തിനുള്ള ആദ്യ പുരസ്കാരം നേടിയത് എൻ കൃഷ്ണപിള്ളയുടെ അഴിമുഖത്തേക്കാണ്. പിന്നെ കന്യക, ബലാബലം, അനുരഞ്ജനം, മരുപ്പച്ച, ദർശനം, കുടത്തിലെ വിളക്ക്, ഭഗ്നഭവനം ഇതെല്ലാം എൻ കൃഷ്ണപിള്ളയുടെ നാടകങ്ങളാണ്. ബലാബലം, അനുരഞ്ജനം, മരുപ്പച്ച, ദർശനം, കുടത്തിലെ വിളക്ക്, ഭഗ്നഭവനം. കേരള സാഹിത്യ അക്കാദമിയുടെ നാടകത്തിനുള്ള ആദ്യ പുരസ്കാരം നേടിയത് എൻ കൃഷ്ണപിള്ളയുടെ അഴിമുഖത്തേക്ക് 1959. കേരള സംസ്കാരത്തിലെ ആര്യാംശം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തിയ നാടകകൃത്ത് എൻ ഗോപാലപിള്ള. എൻ ഗോപാലപിള്ളയാണ് കേരള സംസ്കാരത്തിലെ ആര്യാംശം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തിയ നാടകകൃത്ത്. ബൈബിളിലെ ദാവീദിൻ്റെ കഥയെ ആസ്പദമാക്കി CJ തോമസ് എഴുതിയ നാടകം ആ മനുഷ്യൻ നീ തന്നെ. ആ മനുഷ്യൻ നീ തന്നെ എന്ന് CJ തോമസിൻ്റെ ബൈബിളിലെ ദാവീദിൻ്റെ കഥയെ ആസ്പദമാക്കി എഴുതിയ നാടകം. CJ തോമസ് എഴുതിയ റേഡിയോ നാടകം ഷലോമി. CJയുടെ ആൻറ്റി പ്ലേ 1128 ക്രൈം 27. CJയുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നാടകം വിഷവൃക്ഷം. CJയുടെ മറ്റ് നാടകങ്ങളാണ് അവൻ വീണ്ടും വരുന്നു, പിശുക്കൻ്റെ കല്യാണം. അവൻ വീണ്ടും വരുന്നു, പിശുക്കൻ്റെ കല്യാണം CJ തോമസ്. CJയുടെ റേഡിയോ നാടകം ഷലോമി. CJയുടെ ആൻറ്റി പ്ലേ 1128 ക്രൈം 27. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നാടകം വിഷവൃക്ഷം. ദാവീദിൻ്റെ കഥയെ ആസ്പദമാക്കി CJ എഴുതിയതാണ് ആ മനുഷ്യൻ നീ തന്നെ. CJ തോമസിൻ്റെ നാടകമാണ്. തോപ്പിൽ ഭാസിയുടെ ആദ്യ നാടകം മുന്നേറ്റം. ഏകാംഗ നാടകമാണ് മുന്നേറ്റം. തോപ്പിൽ ഭാസിയുടെ ആദ്യ നാടകം മുന്നേറ്റം. തോപ്പിൽ ഭാസിയുടെ അവസാനത്തെ നാടകം ഒളിവിലെ ഓർമ്മകൾ. ഒളിവിലെ ഓർമ്മകൾ അവസാനത്തെ തോപ്പിൽ ഭാസിയുടെ നാടകം. ആദ്യത്തേത് മുന്നേറ്റം. KPSCയിലൂടെ നാടകത്തെ ജനകീയമാക്കിയ നാടകകൃത്താണ് തോപ്പിൽ ഭാസി. അദ്ദേഹത്തിൻ്റെ മറ്റ് നാടകങ്ങളാണ് തുലാഭാരം, മുടിയനായ പുത്രൻ, പുതിയ ആകാശം, പുതിയ ഭൂമി, സർവേക്കല്ല്, മൂലധനം, ഇന്നലെ ഇന്ന് നാളെ, അശ്വമേധം, ശരശയ്യ. ശരശയ്യ, അശ്വമേധം, ഇന്നലെ ഇന്ന് നാളെ, സർവേക്കല്ല്, മൂലധനം, മുടിയനായ പുത്രൻ, പുതിയ ആകാശം, പുതിയ ഭൂമി, തുലാഭാരം ഇതെല്ലാം തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളാണ്. ഈ അശ്വമേധം നാടകത്തിൻ്റെ തുടർച്ചയായി കരുതപ്പെടുന്ന നാടകമാണ് ശരശയ്യ. അശ്വമേധത്തിൻ്റെ തുടർച്ച ശരശയ്യ. കേരളത്തിലെ സപ്തർഹഷ്മി എന്ന് വിശേഷിപ്പിക്കുന്ന നാടകകൃത്താണ് PM താജ്. PM താജാണ് കേരളത്തിലെ സപ്തർഹഷ്മി എന്ന് വിശേഷിപ്പിക്കുന്ന നാടകകൃത്ത്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ് കുടുക്ക അഥവാ വിശക്കുന്നവൻ്റെ വേദാന്തം, പെരുമ്പറ, രാവുണ്ണി. പെരുമ്പറ, രാവുണ്ണി, കുടുക്ക അഥവാ വിശക്കുന്നവൻ്റെ വേദാന്തം. PM താജ്. കേരളത്തിലെ സപ്തർഹഷ്മി PM താജ്. കോഴിക്കോട് കലാസമിതിയിലൂടെ നാടകരംഗത്ത് സജീവമായ വ്യക്തിയാണ് KT മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, സമന്വയം, സംഘം ഇത് അദ്ദേഹത്തിന് സകാരങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. KTയുടെ സകാരങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന കൃതിയാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം, സംഗമം, സമന്വയം. KTയുടെ ആൻറ്റി പ്ലേ സൃഷ്ടി. KTയുടെ മറ്റ് നാടകങ്ങളാണ് കറവറ്റ പശു, വെളിച്ചം വിളക്കന്വേഷിക്കുന്നു, നാൽക്കവല, സൂത്രധാരൻ. നാൽക്കവല, സൂത്രധാരൻ, കറവറ്റ പശു, വെളിച്ചം വിളക്കന്വേഷിക്കുന്നു KTയുടെ നാടകങ്ങൾ. KTയുടെ നാടകങ്ങൾ എന്ന പുസ്തകം എഡിറ്റ് ചെയ്തത് പുരുഷൻ കടലുണ്ടി. പുരുഷൻ കടലുണ്ടിയാണ് KTയുടെ നാടകങ്ങൾ എന്ന പുസ്തകം എഡിറ്റ് ചെയ്തത്. KTയുടെ ലോകങ്ങൾ എഡിറ്റ് ചെയ്തത് KEN മുഹമ്മദ്. KEN കുഞ്ഞഹമ്മദ്. KEN കുഞ്ഞഹമ്മദാണ് KTയുടെ ലോകങ്ങൾ എഡിറ്റ് ചെയ്തത്. KTയുടെ നാടകങ്ങൾ എഡിറ്റ് ചെയ്തത് പുരുഷൻ കടലുണ്ടി. ഇതു ഭൂമിയാണ് കാഫർ. അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതിയാണ് ഇതു ഭൂമിയാണ് കാഫർ. KTയുടെ നാടകം. NN പിള്ളയുടെ നാടകഗ്രന്ഥമാണ് കർട്ടൻ. കർട്ടൻ NN പിള്ളയുടെ നാടകഗ്രന്ഥം കർട്ടൻ. ഞാൻ ആരുടെ ആത്മകഥയാണ്? NN പിള്ള. NN പിള്ളയുടെ ആത്മകഥ ഞാൻ. 1966 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ NN പിള്ളയുടെ നാടകമാണ് പ്രേതലോകം. പ്രേതലോകം, കർട്ടൻ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്, നാടകമാണ്. ആത്മബലി, കാപാലിക, ഞാൻ സ്വർഗത്തിൽ, ജന്മാന്തരം, ഡാം, ഗറില്ല, സുപ്രീം കോർട്ട്, ഈശ്വരൻ അറസ്റ്റിൽ, ക്രോസ് ബെൽറ്റ്, മന്വന്തരം, വിഷമവൃത്തം
NN പിള്ളയുടെ റേഡിയോ നാടകം ഓവർ ബ്രിഡ്ജ് NN പിള്ളയുടെ റേഡിയോ നാടകം. മറ്റ് നാടകങ്ങളാണ് ആത്മബലി, കാപാലിക, ഞാൻ സ്വർഗത്തിൽ, ജന്മാന്തരം, ഡാം, ഗറില്ല, സുപ്രീം കോർട്ട്, ഈശ്വരൻ അറസ്റ്റിൽ, ക്രോസ് ബെൽറ്റ്, മന്വന്തരം, വിഷമവൃത്തം. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് പ്രേതലോകം. നാടക ഗ്രന്ഥമാണ് കർട്ടൻ. മലയാളത്തിലെ ആദ്യത്തെ തനതു നാടകം CN ശ്രീകണ്ഠൻ നായരുടെ കലി. 1967 CN ശ്രീകണ്ഠൻ നായർ രചിച്ച കലിയാണ് മലയാളത്തിലെ ആദ്യത്തെ തനതു നാടകം. എൻ്റെ സ്വകാര്യമാണ് എൻ്റെ നാടകരചന എന്ന് പറഞ്ഞ നാടകകൃത്ത് CN ശ്രീകണ്ഠൻ നായർ. എൻ്റെ സ്വകാര്യമാണ് എൻ്റെ നാടകരചന എന്ന് പറഞ്ഞ നാടകകൃത്ത് CN ശ്രീകണ്ഠൻ നായർ. തനതു നാടകവേദിയുടെ വക്താക്കളാണ് CN ശ്രീകണ്ഠൻ നായരും G ശങ്കരപ്പിള്ള, കാവാലം നാരായണപ്പണിക്കർ. തനതു നാടകവേദിയുടെ വക്താക്കൾ CN ശ്രീകണ്ഠൻ നായർ, G ശങ്കരപ്പിള്ള, കാവാലം നാരായണപ്പണിക്കർ. എൻ്റെ സ്വകാര്യമാണ് എൻ്റെ നാടകരചന എന്ന് പറഞ്ഞ നാടകകൃത്ത് CN ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തിൻ്റെ കാഞ്ചനസീത, ലങ്കാലക്ഷ്മി, സാകേതം നാടകത്രയം, രാമായണ കഥയെ ആസ്പദമാക്കി CN ശ്രീകണ്ഠൻ നായർ തയ്യാറാക്കിയ നാടകത്രയമാണ് കാഞ്ചനസീത, ലങ്കാലക്ഷ്മി, സാകേതം. കാഞ്ചനസീതയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ CNൻ്റെ നാടകമാണ് കാഞ്ചനസീത. CNൻ്റെ മറ്റ് നാടകങ്ങളാണ് എട്ടിലെ പശു, നഷ്ടക്കച്ചവടം, ആ കനി തിന്നരുത്. എട്ടിലെ പശു, നഷ്ടക്കച്ചവടം, ആ കനി തിന്നരുത്. സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപക ഡയറക്ടർ G ശങ്കരപ്പിള്ള. സ്കൂൾ ഓഫ് ഡ്രാമ നിലവിൽ വന്നത് 1977 തൃശ്ശൂർ. സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപക ഡയറക്ടർ G ശങ്കരപ്പിള്ള. കുട്ടികൾക്ക് വേണ്ടി എഴുതിയ G ശങ്കരപ്പിള്ളയുടെ 11 നാടകങ്ങളുടെ സമാഹാരമാണ് പ്ലാവിലത്തൊപ്പികൾ. പ്ലാവിലത്തൊപ്പികൾ G ശങ്കരപ്പിള്ള കുട്ടികൾക്ക് വേണ്ടി എഴുതിയ 11 നാടകങ്ങളുടെ സമാഹാരം. മഹാഭാരത കഥയെ ആസ്പദമാക്കി G ശങ്കരപ്പിള്ള എഴുതിയ നാടകം കറുത്ത ദൈവത്തെ തേടി. കറുത്ത ദൈവത്തെ തേടി മഹാഭാരത കഥയെ ആസ്പദമാക്കി G ശങ്കരപ്പിള്ള എഴുതിയ നാടകം. അദ്ദേഹത്തിൻ്റെ മറ്റ് നാടകങ്ങളാണ് പൂജാമുറി, സ്നേഹദൂതൻ, വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, ശരശയനം, ബന്ദി, ഭരതവാക്യം, ഇടാൻ മറന്ന ഇഴ, റെയിൽപ്പാളങ്ങൾ, കഴുകന്മാർ. റെയിൽപ്പാളങ്ങൾ, കഴുകന്മാർ, ശരശയനം, ബന്ദി, ഭരതവാക്യം, ഇടാൻ മറന്ന ഇഴ, പൂജാമുറി, സ്നേഹദൂതൻ, വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു. അശ്വമേധത്തിൻ്റെ തുടർച്ചയാണ് ശരശയ്യ. ശരശയ്യ ആരുതായിരുന്നു? തോപ്പിൽ ഭാസിയുടേതാണ് ശരശയ്യ. അശ്വമേധത്തിൻ്റെ തുടർച്ച ശരശയ്യ. ഇവിടെ എന്താണ്? ശരശയനം G ശങ്കരപ്പിള്ള. ദേശീയബോധം ഉൾക്കൊള്ളുന്ന G ശങ്കരപ്പിള്ളയുടെ നാടകം സബർമതി ദൂരെയാണ്. സബർമതി ദൂരെയാണ് ദേശീയബോധം ഉൾക്കൊള്ളുന്ന G ശങ്കരപ്പിള്ളയുടെ നാടകം. കാവാലം നാരായണപ്പണിക്കരുടെ നാടകമാണ് നാടകചക്രം, അവനവൻ കടമ്പ, ദൈവത്താർ, തിരുവായിത്താൻ, ഭഗവദ്വജ്ജുകം. ഭഗവദ്വജ്ജുകം, നാടകചക്രം, അവനവൻ കടമ്പ, ദൈവത്താർ കാവാലത്തിൻ്റെ പ്രധാന നാടകങ്ങൾ. ചന്തുമേനോൻ്റെ ഇന്ദുലേഖ നാടകമാക്കാനുള്ള ശ്രമത്തെ പരിഹസിച്ചുകൊണ്ട് KC നാരായണൻ നമ്പ്യാർ എഴുതിയ നാടകം ഇന്ദുലേഖ നാടകം. ഇന്ദുലേഖ നാടകം KC നാരായണൻ നമ്പ്യാർ. ചന്തുമേനോൻ്റെ ഇന്ദുലേഖ നാടകമാക്കാനുള്ള ശ്രമത്തെ പരിഹസിച്ചുകൊണ്ട് എഴുതിയ നാടകം. നാടകത്തെ പരിഹസിച്ചുകൊണ്ട് ശ്രീവള്ളി എഴുതിയ നാടകം ദുസ്പർശ നാടകം. ദുസ്പർശ നാടകം നാടകത്തെ പരിഹസിച്ചുകൊണ്ട് ശ്രീവള്ളി എഴുതിയ നാടകം. രുക്മാംഗത ചരിതത്തെ ആധാരമാക്കി കൈനകര കുമാരപിള്ള രചിച്ച നാടകം മോഹവും മുക്തിയും. കൈനകര കുമാരപിള്ള മോഹവും മുക്തിയും രുക്മാംഗത ചരിതത്തെ ആധാരമാക്കി രചിച്ച നാടകം. എന്നാൽ കാൽവരിയിലെ കൽപ്പവാതവം കൈനകര പത്മനാഭപിള്ള. കാൽവരിയിലെ കൽപ്പവാതവത്തിൽ കൈനകര കുമാരപിള്ളയുടെ സങ്കല്പ കഥാപാത്രമാണ് ജൂഡിത്ത്. ജൂഡിത്താണ് കാൽവരിയിലെ കൽപ്പവാതത്തിൽ കൈനകര കുമാരപിള്ളയുടെ സങ്കല്പ കഥാപാത്രം. ഇബ്സൻ്റെ റോസ്മർ ഷോന് മലയാളത്തിലുണ്ടായ വിവർത്തനമാണ് മുല്ലയ്ക്കൽ ഭവനം. C നാരായണപിള്ളയുടെ മുല്ലയ്ക്കൽ ഭവനം ഇബ്സൻ്റെ റോസ്മർ ഷോവിന് മലയാളത്തിലുണ്ടായ വിവർത്തനം. ഇബ്സൻ്റെ ഗോസ്റ്റിന് പ്രേതങ്ങൾ എന്ന പേരിൽ വിവർത്തനം തയ്യാറാക്കിയവർ കേസരി ബാലകൃഷ്ണപിള്ളയും AK ഗോപാലപിള്ള. ഇബ്സൻ്റെ ഗോസ്റ്റിന് പ്രേതങ്ങൾ എന്ന പേരിൽ കേസരി ബാലകൃഷ്ണപിള്ള, AK ഗോപാലപിള്ളയും ചേർന്ന്. എന്നാൽ ഇബ്സൻ്റെ ഗോസ്റ്റിന് CJ തോമസ് നൽകിയതാണ് ഭൂതം. ഭൂതം CJ തോമസ്.
ബഷീറിൻ്റെ നാടകം കഥാബീജം, ശവഘോഷയാത്ര, ആനന്ദ്. സച്ചിദാനന്ദൻ്റെ നാടകങ്ങളാണ് ഗാന്ധി, ഇര, ശക്തൻ തമ്പുരാൻ. ഗാന്ധി, ഇര, ശക്തൻ തമ്പുരാൻ, സച്ചിദാനന്ദൻ, ആനന്ദ്, ശവഘോഷയാത്ര, ബഷീർ നാടകം കഥാബീജം. കേരളത്തിൽ ചവിട്ടുനാടകം നിലവിലുള്ളത് ലത്തീൻ കത്തോലിക്കക്കാർക്കിടയിലാണ്. ലത്തീൻ കത്തോലിക്കക്കാർക്കിടയിലാണ് കേരളത്തിൽ ചവിട്ടുനാടകം നിലവിലുള്ളത്. ചവിട്ടുനാടകത്തിൻ്റെ കയ്യെഴുത്തു പ്രതിക്ക് പറയുന്ന പേരാണ് ചുവടികൾ. ചവിട്ടുനാടകത്തിൻ്റെ കയ്യെഴുത്തു പ്രതികൾക്ക് പറയുന്ന പേര് ചുവടികൾ. പുരാണ പുരുഷന്മാരുടെ സ്ഥാനത്ത് ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കുന്ന നാടകരീതിയാണ് ചവിട്ടുനാടകം. പ്രധാനപ്പെട്ട നാടകമാണ് നെപ്പോളിയൻ ചരിതം, ദാവീദ് വിജയം, മാർട്ടിൻ കഥ, ജ്ഞാനസുന്ദരി, കോമളചന്ദ്രിക, വീരകുമാരൻ, ജാനകി. ഉള്ളൂർ നോവലെന്നും നാടകമെന്നും വിശേഷിപ്പിച്ച കൃതിയാണ് ആൾമാറാട്ടം. കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസിൻ്റെ ആൾമാറാട്ടം ഉള്ളൂർ നോവലെന്നും നാടകമെന്നും വിശേഷിപ്പിച്ച കൃതി. ആൾമാറാട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് ഒരു നല്ല കേളി സല്ലാപം ആൾമാറാട്ടത്തിൻ്റെ മറ്റൊരു പേര്. പെണ്ണരശുനാട് ഇ വി കൃഷ്ണപിള്ളയുടെ നാടകം. പെണ്ണരശുനാട് സ്ത്രീ സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനമാക്കി ഇ വി കൃഷ്ണപിള്ള രചിച്ച നാടകം പെണ്ണരശുനാട്. മാധവിക്കുട്ടി എഴുതിയ നാടകം മാധവീവർമ്മ. സാവിത്രി ലളിതാംബിക അന്തർജനം, മാധവിക്കുട്ടി, മാധവീവർമ്മ, പെണ്ണരശുനാട്, ഇ വി കൃഷ്ണപിള്ള. നാട്യശാസ്ത്രം വിവർത്തനം ചെയ്തത് കെ പി നാരായണ പിഷാരടി. ലളിതാംബിക അന്തർജനത്തിൻ്റെ അപ്രകാശിത നാടകമാണ് അവിൽപ്പൊതി ലളിതാംബിക അന്തർജനത്തിൻ്റെ അപ്രകാശിത നാടകം. കുട്ടികളുടെ രംഗവേദിയുടെ പേരാണ് രംഗപ്രഭാത് കുട്ടികളുടെ രംഗവേദിയുടെ പേര്. വൈലോപ്പിള്ളി എഴുതിയ ഏകാംഗ നാടകം ഋഷ്യശൃംഗൻ അലക്സാണ്ടർ വൈലോപ്പിള്ളി എഴുതിയ ഏകാംഗ നാടകം. മലയാളത്തിലെ ആദ്യത്തെ നാടക ലക്ഷണ ഗ്രന്ഥമാണ് മേക്കൊല്ല പരമേശ്വരൻ പിള്ളയുടെ നവീന നാടക ദർശനമാണ് മലയാളത്തിലെ ആദ്യത്തെ നാടക ലക്ഷണ ഗ്രന്ഥം. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ അനുകരിച്ച് സതീഷ് കെ സതീഷ് എഴുതിയ നാടകമാണ് കൊച്ചു സ്വപ്നങ്ങളുടെ തമ്പുരാൻ. സതീഷ് കെ സതീഷ് അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ അനുകരിച്ച് എഴുതിയതാണ്. കൂട്ടപാടകം എന്ന നാടകം എഴുതിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയുടെ കൂട്ടപാടകം. മിസ് ചിന്നുവും ലേഡീസ് ജാനുവും ആരെഴുതിയ നാടകമാണ് ഉറൂബിൻ്റെ നാടകം മിസ് ചിന്നുവും ലേഡീസ് ജാനുവും. മലയാളത്തിലെ ആദ്യത്തെ നാച്ചുറലിസ്റ്റ് നാടകം ഏഴുരാത്രികൾ. കാലടി ഗോപിയുടെ ഏഴുരാത്രികളാണ് മലയാളത്തിലെ ആദ്യത്തെ നാച്ചുറലിസ്റ്റ് നാടകം. വഴി തുറന്നു എം പി പോളിനെ മുഖ്യ കഥാപാത്രമാക്കി പൊൻകുന്നം വർക്കി രചിച്ച നാടകമാണ് വഴി തുറന്നു. മലയാളത്തിലെ ആദ്യത്തെ നാച്ചുറലിസ്റ്റ് നാടകം ഏഴുരാത്രികൾ. വഴി തുറന്നു പൊൻകുന്നം വർക്കി രചിച്ച നാടകമാണ് എം പി പോളിനെ മുഖ്യ കഥാപാത്രമാക്കി രചിച്ച നാടകം. വെള്ളപ്പൊക്കം നാടകം കെ ടി മുഹമ്മദ്. വെള്ളപ്പൊക്കം കഥ തകഴിയുടേതാണ്. വെള്ളപ്പൊക്കം നാടകം കെ ടി മുഹമ്മദ്. വാസ്കോഡഗാമ, രവിവർമ്മ കുലശേഖരൻ എന്നീ ചരിത്ര നാടകങ്ങൾ എഴുതിയ കവി എൻ വി കൃഷ്ണവാര്യരാണ് വാസ്കോഡഗാമ, രവിവർമ്മ കുലശേഖരൻ എന്നീ ചരിത്ര നാടകങ്ങൾ എഴുതിയത്. വെള്ളപ്പൊക്കം കെ ടി മുഹമ്മദ്. വെളിച്ചം കുറഞ്ഞ വഴികൾ പാറപ്പുറത്തിൻ്റെ നാടകമാണ് വെളിച്ചം കുറഞ്ഞ വഴികൾ. ഭാസനാടകങ്ങൾ കണ്ടെടുത്ത വ്യക്തി ടി ഗണപതി ശാസ്ത്രിയാണ് ഭാസനാടകങ്ങൾ കണ്ടെടുത്ത വ്യക്തി. മൃച്ഛകടികത്തിലെ നായകൻ ചാരുദത്തൻ. അഗ്നിപുത്രി എന്ന നാടകം എഴുതിയത് എസ് എൽ പുരം സദാനന്ദൻ്റേതാണ് അഗ്നിപുത്രി. ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന നാടകം പി എം ആൻ്റണിയുടേതാണ് ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ്. കമ്പനി നാടകക്കാരെ ശക്തമായി ആക്ഷേപിക്കുന്ന കേശവദേവിൻ്റെ നാടകമാണ് നാടകകൃത്ത് കേശവദേവിൻ്റേത്. സാക്ഷി ടി എൻ ഗോപിനാഥൻ നായർ. മണൽക്കാട് സി എൽ ജോസ്. അഹല്യ പി ആർ ചന്ദ്രൻ. മണൽക്കാട് സി എൽ ജോസ്. സാക്ഷി ടി എൻ ഗോപിനാഥൻ നായർ. സാക്ഷി കാക്കനാടൻ്റെ കൃതിയാണ്. സാക്ഷി നോവലിസ്റ്റ് കാക്കനാടൻ. സാക്ഷി നാടകം ടി എൻ ഗോപിനാഥൻ നായർ. മണൽക്കാട് സി എൽ ജോസ്. അഹല്യ പി ആർ ചന്ദ്രൻ.
ബാലാകലേശം എന്ന നാടകം എഴുതിയത് KP കറുപ്പൻ. KP കറുപ്പൻ്റെ നാടകമാണ് ബാലാകലേശൻ. എപ്പിക് സങ്കേതങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് CJ തോമസ് എഴുതിയ നാടകം 1128 ക്രൈം 27. ക്രൈം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആൻറ്റി പ്ലേ നാടകം. ഇത് എപ്പിക് സങ്കേതങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് CJ എഴുതിയ നാടകം 1128 ക്രൈം 27. മത്സ്യഗന്ധി, കാളി നാടകം എന്നീ നാടകങ്ങൾ എഴുതിയത് സജിത മഠത്തിൽ. സജിത മഠത്തിൻ്റേതാണ് മത്സ്യഗന്ധി, കാളി നാടകം. എൻ്റെ മകനാണ് ശരി എന്ന നാടകം പിന്നീട് അറിയപ്പെട്ടത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നറിയപ്പെടുന്നത് എൻ്റെ മകനാണ് ശരി എന്ന നാടകം പിന്നീട് അറിയപ്പെട്ടത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. സന്ധ്യ ഇരുട്ടിന് മുമ്പ് G ശങ്കരക്കുറുപ്പിൻ്റെ നാടകം. മത്തായി മാസ്റ്റർ, പൂഞ്ഞിക്കര റാഫി, അമ്മ G വിവേകാനന്ദൻ. ഇടശ്ശേരിയുടേതാണ് എണ്ണിച്ചുട്ടപ്പം, ഇടശ്ശേരി. 5 ലഘു നാടകങ്ങൾ S ഗുപ്തൻ നായർ. മരിക്കാനും പിറക്കാനും പേടി G ശങ്കരക്കുറുപ്പ്. മരിക്കാനും പിറക്കാനും പേടി G ശങ്കരക്കുറുപ്പ്. 5 ലഘു നാടകങ്ങൾ S ഗുപ്തൻ നായർ. ഇടശ്ശേരിയുടെ എണ്ണിച്ചുട്ടപ്പം, അമ്മ G വിവേകാനന്ദൻ, മത്തായി മാസ്റ്റർ, പൂഞ്ഞിക്കര റാഫി, സന്ധ്യ ഇരുട്ടിനു മുമ്പ് G ശങ്കരക്കുറുപ്പ്, SK നായരുടെ തരംഗരംഗം, KM ജോർജിൻ്റെ ഏകാംഗ മണ്ഡലം, കേശവദേവിൻ്റെ സമരകവി കേശവദേവ്, ഏകാംഗ മണ്ഡലം KM ജോർജ്, തൂക്കുമുറിയിൽ K രാമകൃഷ്ണപിള്ള. ശവന്തീനികൾ കാർത്തികേയൻ പടിയത്ത്. പരീക്ഷണ നാടകമാണ് ശവന്തീനികൾ കാർത്തികേയൻ പടിയത്ത്. പടനിലം ഇബ്രാഹിം വേങ്ങരയുടെ പടനിലം. ഘോഷയാത്ര സേവ്യർ പുൽപ്പാടിൻ്റെ ഘോഷയാത്ര. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നാടകമാണ് പ്രേമപരിണാമം. കൈനക്കരി കുമാരപിള്ളയുടെ പ്രേമപരിണാമമാണ് മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നാടകം. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ആദ്യകാല നാടക കമ്പനിയാണ് പരമശിവവിലാസം കമ്പനി. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ആദ്യകാല നാടക കമ്പനി. മഹാത്മാ നാടകം ജീവചരിത്ര നാടകമാണ് മഹാത്മാ. KP കേശവമേനോൻ്റെ ജീവചരിത്ര നാടകം മഹാത്മാ. മറിയാമ്മയുടെ അനിയത്തി സാറാമ്മ കഥാപാത്രമായി വരുന്നതാണ് അവൻ വീണ്ടും വരുന്നു. മറിയാമ്മയുടെ അനിയത്തി സാറാമ്മ കഥാപാത്രമായി വരുന്നത് അവൻ വീണ്ടും വരുന്നു. മരുമക്കത്തായ കുടുംബങ്ങളിലെ കാരണവരും അനന്തരവരും തമ്മിലുള്ള സംഘർഷം പ്രമേയമായ CVയുടെ പ്രഹസനമാണ് ചന്ദ്രമുഖി വിലാസം. CVയുടേതാണ്. മരുമക്കത്തായ കുടുംബങ്ങളിലെ കാരണവരും അനന്തരവരും തമ്മിലുള്ള സംഘർഷം പ്രമേയമായ CVയുടെ പ്രഹസനം. രുചി നാടകമാസികയുടെ ഉപജ്ഞാതാവ് G ശങ്കരപ്പിള്ളയാണ് രുചി നാടകമാസികയുടെ ഉപജ്ഞാതാവ്. പദപ്രശ്നങ്ങൾക്കിടയിൽ അവളും അയാളും എന്ന നാടകം രചിച്ചത് സതീഷ് കെ സതീഷിൻ്റെ പദപ്രശ്നങ്ങൾക്കിടയിൽ അവളും അയാളും. രായും മായും നാടകം NS മാധവൻ. അരങ്ങിലെ മത്സ്യഗന്ധികൾ സജിത മഠത്തിൽ. മത്തി നാടകം ജിനോ ജോസഫ്. CJയുടെ നാടകമാണ് ആ മനുഷ്യൻ നീ തന്നെ നമ്മൾ പഠിച്ചു. തീ കൊണ്ട് കളിക്കരുത് ഉറൂബ്. പുലിജന്മം N പ്രഭാകരൻ. തീ കൊണ്ട് കളിക്കരുത് ഉറൂബ്. രായും മായും NS മാധവൻ. അരങ്ങിലെ മത്സ്യഗന്ധികൾ സജിത മഠത്തിൽ. മത്തി ജിനോ ജോസഫ്. നാടകം കണ്ണിൻ്റെ കല TP സുകുമാരൻ്റേതാണ് നാടകം കണ്ണിൻ്റെ കല. ആദ്യ ബാലനാടകം ബാലഗോപാലൻ. ബ്രദേഴ്സ് മ്യൂസിക് ക്ലബിൻ്റെ നേതൃത്വം നൽകിയ നാടകകൃത്ത് KT മുഹമ്മദ് ബ്രദേഴ്സ് മ്യൂസിക് ക്ലബിന് നേതൃത്വം നൽകിയ നാടകകൃത്ത്. സാമുവൽ ബക്കറ്റിൻ്റെ ഗോദയെക്കാത്ത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കടമ്മനിട്ട. നാടകത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാടകത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സും കൂടി അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.